ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ IVF ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായ എഗ് കളക്ഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ച് സിമ്പിളായിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പലർക്കും ഈ ഒരു ഘട്ടം കേൾക്കുമ്പം അല്പം ഭയം ഉണ്ടാകും. പക്ഷേ ഇത് വളരെ സാധാരണമായും സുരക്ഷിതമായും ചെയ്യുന്ന ഒരു ചെറിയ പ്രക്രിയയാണ്. ഇതിൻ്റെ ആദ്യ ഘട്ടമെന്ന് പറയുന്നത് എഗ് കളക്ഷന് മുമ്പ് ഡോക്ടർ നിങ്ങൾക്കായി കുറച്ച് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് നൽകും, ഫോളിക്കിൾസ് വളരാൻ വേണ്ടി. അതിനൊക്കെ മുന്നേ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ഫോളിക്കുലർ സ്കാൻ നടത്തി അതിൽ എത്ര ഫോളിക്കിൾസ് നമുക്ക് ആ ഒരു മന്ത് കിട്ടിയിട്ടുണ്ടെന്ന് ഡോക്ടർ വിലയിരുത്തി അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഫോളിക്കിൾസ് വളരാനുള്ള ഇഞ്ചെക്ഷൻസും കുറച്ച് ടാബ്ലറ്റ്സും നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ ആ ഇഞ്ചെക്ഷൻസ് മെയിൻലി ഒരു 10 to 12 ഡേയ്സാണ് കോമൺ ആയിട്ട് നമ്മൾ എടുക്കാറുള്ളത്. അത്രയും ഇഞ്ചെക്ഷൻസും നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മുടെ എഗ്സ് എല്ലാം ഒരു വളർച്ച എത്തിയ ശേഷം അവസാന ഇഞ്ചെക്ഷനായ ട്രിഗർ ഷോട്ട് കൊടുക്കുന്നു. ട്രിഗർ ഷോട്ട് കൊടുത്ത് 34 മുതൽ 36 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ എഗ് കളക്ഷൻ നടത്തുന്നത്. പിന്നീട് പ്രൊസീജിയർ നടക്കുന്ന ദിവസം, അതായത് എഗ് കളക്ഷൻ ഡേയിൽ നമ്മൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഡോക്ടർ പറയും. അന്ന് നമ്മൾ ഫാസ്റ്റിങ്ങിലായിരിക്കണം ചെല്ലേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്കൊരു IV ഒക്കെ ഇടും. അതിനുശേഷം ഈവൻ നമ്മൾ 6 മന്തിനുള്ളിൽ TT എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് TT തരും. പിന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇഞ്ചെക്ഷൻ തരും. പിന്നെ അത് ഓരോ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേറെ എന്തൊക്കെ മെഡിസിൻസ് തരുമെന്നുള്ളത്. അതിനുശേഷം നമ്മളെ OPയിലേക്ക് കയറ്റി സാധാരണയായി മൈൽഡായിട്ടുള്ള ഒരു അനസ്തീഷ്യ ആയിരിക്കും പേഷ്യൻസിന് നൽകുന്നത്. ഇത് പേഷ്യൻറ്റിന് വേദനയില്ലാത്ത വിധത്തിൽ ഈ പ്രോസസ്സ് നടത്താൻ സാധിക്കും. ഡോക്ടർ വജൈനൽ അൾട്രാസൗണ്ട് പ്രോബിനോടൊപ്പം നീഡിൽ ഉപയോഗിച്ച് ഓവറിയിൽ നിന്നും അണ്ഡങ്ങൾ മുഴുവൻ ശേഖരിക്കും. ഈ ഒരു പ്രോസസ്സ് സാധാരണയായി 10 മുതൽ 20 മിനിറ്റ് മാത്രമേ എടുക്കാറുള്ളൂ. എഗ്സ് എല്ലാം കളക്ട് ചെയ്ത ശേഷം ഉടൻ തന്നെ IVF ലാബോറട്ടറിയിലേക്ക് അയക്കപ്പെടുന്നു. അവിടെ എംബ്രിയോളജിസ്റ്റ് എഗ്സ് പരിശോധിച്ച് പക്വമായവയെ പുരുഷൻ്റെ സ്പേമിനൊപ്പം ഫെർട്ടിലൈസേഴ്സ് ചെയ്യും. നമ്മുടെ ഈ പ്രോസസ്സിന് ശേഷം നമ്മളെ ഉടൻ തന്നെ OPയിൽ നിന്നും മാറ്റി നമ്മുടെ റൂമിലേക്ക് ആക്കുന്നു. അതിനുശേഷം ഒരു മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ബോധം വരും. അതിനുശേഷം നമുക്ക് ചെറിയൊരു വയറുവേദനയോ ഗ്യാസ് അങ്ങനെയുള്ള തോന്നൽ ഉണ്ടാകും. അപ്പോൾ ഗ്യാസിൻ്റെ ഫലമായി ഇപ്പോൾ ഓവറായിട്ട് ചിലർക്ക് ഗ്യാസ് അനുഭവപ്പെടാറുണ്ട്. അപ്പം എനിക്കൊക്കെ എഗ് കളക്ഷൻ ചെയ്ത് എൻ്റെ ബെഡിൻ്റെ അപ്പുറേ കിടന്ന പേഷ്യൻസൊക്കെ ഗ്യാസ് കൂടിയിട്ട് കണ്ടമാനം വൊമിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഡിപ്പെൻഡഡ് ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലായിരിക്കും വരുന്നത്. എന്നാലും എൻ്റെ കേസിൽ എനിക്ക് ചെറിയൊരു നമുക്ക് ഫസ്റ്റ് ഡേ പീരീഡ്സ് വരുമ്പോഴത്തേക്കൊരു ക്രാമ്പിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് വയറിൻ്റെ 2 സൈഡിലും കൊളുത്തിപ്പിടുത്തം പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ ആശുപത്രിയിൽ നിരീക്ഷിച്ച ശേഷം നമുക്ക് അന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. പോകുന്നതിന് മുമ്പ് ഡോക്ടർ പറയുന്ന കുറച്ച് മരുന്നുകളും നമുക്ക് തരും. നമുക്ക് ഇത് പാരസെറ്റമോള്, പിന്നെ നമുക്ക് ഈ എഗ് കളക്ഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു PV ചെയ്യും. പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനും കൂടി നടത്തും. അപ്പോൾ ആ സ്കാനിങ്ങിൽ ഈവൻ നമ്മുടെ ഓവറീസിൽ ഫ്ലൂയിഡ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയുള്ള മെഡിസിൻസ് തരും. OHS എന്ന് പറയും. ചില പേഷ്യൻസിൽ ഓവറി ഭയങ്കരമായിട്ട് വലുതായിട്ട് കാണപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിന് ഡോക്ടർ കുറച്ച് നിർദ്ദേശങ്ങളും തന്നായിരിക്കും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നത്. ലൈക്ക് കുനിയരുത്, കുനിഞ്ഞ് ഉള്ള ജോലി ചെയ്യരുത്, പിന്നെ ഇൻ്റർകോഴ്സ് ഒരു 1 വീക്ക് 2 വീക്സിൽ ചെയ്യരുത്, പിന്നെ വീറ്റിൻ്റെ ഫുഡ്സ് കഴിക്കരുത്. എല്ലാവർക്കുമല്ല, ഇതുപോലെ ലിക്വിഡ് ഓവറിയിൽ യൂട്രസിൽ കാണുന്ന അങ്ങനെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറയാറുള്ളൂ. പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ അന്ന് തന്നെ വീട്ടിലേക്ക് പോകും. പിന്നെ പിറ്റേ ദിവസം ഒരു റെസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോർമലായിട്ടുള്ള സാധാരണ ജീവിതം നയിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 3 to 4 ദിവസത്തിനുള്ളിൽ എംബ്രിയോളജി ലാബിൽ നിന്നും നമുക്ക് ഒന്നെങ്കിൽ കോൾ അല്ലെങ്കിൽ മെസ്സേജായിട്ട് നമ്മുടെ എത്ര എഗ്സ് സ്പേമുമായി
കൂടി ചേർന്നിട്ട് നല്ല എംബ്രിയോസ് കിട്ടിയിട്ടുണ്ട്. എത്ര എണ്ണം ഗുഡ് ഉണ്ട്, എത്ര എണ്ണം മോഡറേറ്റ്, പിന്നെ ബാഡ്, അങ്ങനെ ക്വാളിറ്റി അനുസരിച്ചുള്ള എംബ്രിയോയുടെ ആ ഒരു ഫുൾ ചാർട്ട് നമുക്ക് എംബ്രിയോളജി ലാബിൽ നിന്നും നമ്മളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും. ഇത്രയാണ് എഗ് കളക്ഷൻ്റെ പ്രൊസീജിയർ. ഇതിൽ നമ്മൾ എഗ് കളക്ഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ശേഷം അതികഠിനമായി വയറുവേദന, അല്ലെങ്കിൽ വയറിൽ ഭയങ്കരമായിട്ട് ഭാരം തോന്നുന്നു, ശ്വാസമുട്ടൽ വരുന്നു, പനി വരുന്നു, അങ്ങനെ തുടങ്ങിയ സിംറ്റംസ് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം. ഇതാണ് IVF ട്രീറ്റ്മെൻറ്റിലെ എഗ് കളക്ഷൻ പ്രോസസ്സിൻ്റെ പാർട്സ്. നിങ്ങൾ ഈ യാത്രയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ആത്മവിശ്വാസം പുലർത്തുക. പിന്നെ നിങ്ങളുടെ കൂടെ മുഴുവൻ ഫെർട്ടിലിറ്റി ടീമും ഉണ്ടാകും. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും എല്ലാവരും നിങ്ങൾക്ക് എന്തായാലും സപ്പോർട്ട് തരുന്നുണ്ടായിരിക്കുമല്ലോ. സോ നിങ്ങൾ ഹാപ്പി ആയിട്ട് മനസ്സമാധാനത്തോടെ സന്തോഷമായിട്ടിരിക്കുക. കൂടുതൽ IVF ഗർഭധാരണം ഫെർട്ടിലിറ്റി സംബന്ധമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു.